കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ നമുക്ക് ദൈവം നൽകിയല്ലോ. ദാവീദ് പറയുന്നത് പോലെ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്താൻ തയ്യാറാകണം. ദൈവം തരുന്ന ഓരോ ദിവസങ്ങളും സാഹചര്യങ്ങൾ എതിരാകുമ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ, അതിൻ്റെ നടുവിലും ദൈവത്തിന് മഹത്വം കരയറ്റാൻ, ദൈവകൃപ ഏറ്റെടുക്കാൻ തൻ്റെ ജനം തയ്യാറാകട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുന്ന ഒരനുഭവം ഉണ്ടാകും. കാത്തിരിക്കുന്നവർ, യഹോവയെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ഒരു കാലഘട്ടത്തിലും ലജ്ജിച്ചു പോകുകയില്ല. സഹായിപ്പാൻ കഴിയാത്ത ഒരു ദൈവത്തിലല്ലോ നമ്മൾ ആശ്രയിക്കുന്നത്. നിർമ്മിക്കുന്നവനും സൃഷ്ടിക്കുന്നവനും പുറപ്പെടുവിക്കുന്നവനും നടത്തുന്നവനും ഇന്നും ജീവിക്കുന്നു എന്നോർത്ത് ആ ദൈവത്തിന് മഹത്വം കരയറ്റണം. കഴിഞ്ഞ വർഷങ്ങളിൽ കൊണ്ടുവന്ന ദൈവം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം കുറുകിപ്പോയ ഒരു കരമുള്ളവനല്ല. അതെപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാകും. ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും അതത് ദിവസങ്ങൾ ഫേസ് ചെയ്യേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ടാകും. അതിൻ്റെ നടുവിൽ അതിനെ കാണുമ്പോൾ നിരാശപ്പെടാതെ ഇന്നലകളിൽ നടത്തിയവൻ മേലാലും നടത്തും, ഇന്നും നടത്തും ആ ഉറപ്പുണ്ടാകും. സഹോദരങ്ങളെ, ആർക്കും ഇറങ്ങി വരാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംജാതമായില്ലേ? പല ബന്ധങ്ങളും നമ്മളെ വിട്ടുപോയില്ലേ? ഒറ്റയ്ക്കെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴും കരത്തിൽ ദൈവം പിടിച്ചില്ലേ? ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്നും ഞാൻ നിന്നെ ശക്തീകരിക്കാമെന്നും കുറുകിപ്പോകാത്ത എൻ്റെ കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങാമെന്നും പറഞ്ഞില്ലേ? മരുഭൂമി വന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞ വാക്ക് മാറ്റിയോ? ചൂട് വന്നപ്പോൾ, തണുപ്പ് വന്നപ്പോൾ ദൈവം അവരെ മറന്നിട്ട് പോയി കളഞ്ഞോ? പകൽ ലേസിയായിട്ട് മേഘസ്തംഭമായിട്ട് ദൈവം ഇറങ്ങി വന്നില്ലേ? അതും ചൂടേറിയ മരുഭൂമിയിൽ. നമുക്കറിയാം, ഓഗസ്റ്റ് മാസങ്ങൾ, ജൂലൈ മാസത്തിലൊക്കെ ചൂടുകൾ വളരെ ഹൈ ലെവലിലെത്തുന്ന സമയമാണ്. പാരമ്യത്തിലെത്തും. 1 മണിക്കൂർ പോലും നമുക്ക് ആ കഠിന ചൂടിൽ ഡയറക്റ്റ് നിൽക്കാൻ പറ്റില്ല. പക്ഷേ തൻ്റെ ജനം മരുഭൂമിയിലൂടെ നടക്കുമ്പോഴും ദൈവം അവർക്ക് ഹീറ്ററായി രാത്രിയിൽ ഇറങ്ങി വന്നു, പകൽ മേഘസ്തംഭമായി ഇറങ്ങി വന്നു. രാത്രിയിൽ കൊടും തണുപ്പുണ്ട്. അതിശൈത്യം നേരിടുന്ന കാലഘട്ടം നമുക്കറിയാം. ഡിസംബർ ജനുവരിയൊക്കെ മാസത്തിൽ ഡയറക്റ്റ് മരുഭൂമിയിൽ നടക്കാൻ പറ്റില്ല. ശൈത്യം അതികഠിനമാണ്. അവിടെ ഹീറ്ററായി ആ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ അഗ്നിസ്തംഭമായി എൻ്റെ ദൈവം ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്നേഹം എത്ര ശ്രേഷ്ഠമാണ്, കരുതലുകൾ എത്ര ശ്രേഷ്ഠമാണ്. പറഞ്ഞതിൻ്റെ സാരം, മരുഭൂമി വരുമ്പം ഇട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല. ഇറങ്ങാൻ പറഞ്ഞിട്ട് ഒരു നിർണായക ഘട്ടം വരുമ്പോൾ എനിക്ക് കഴിയത്തില്ല എന്ന് പറയുന്ന ഒരു ദൈവത്തെ സേവിക്കാനല്ല ഇറങ്ങിയതെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കണം. വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. ആവർത്തന പുസ്തകം 8:18 വാക്യം, നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളവയെപ്പോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത്.
മോശെ ഇസ്രായേൽ മക്കളോട് പരിശുദ്ധാത്മ നിയോഗത്തോടെ പറഞ്ഞ വാക്കുകളാണ് നാം കേട്ടത്. ഒന്ന്, നിൻ്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. അതിൻ്റെ അർത്ഥം ദൈവത്തെ മറക്കരുത്. നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളവയെപ്പോലെ അവൻ ഉറപ്പിക്കും. 3, ആ ദൈവമല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ ശക്തി തരുന്നത്. തുടക്കമൊന്ന് ശ്രദ്ധിക്കൂ. നിൻ്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തി. എന്തിന്? അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്നും ഹൃദയത്തിലിരിക്കുന്നത് അറിയാനായി 40 സംവത്സരം മരുഭൂമിയിലൂടെ നിന്നെ നടത്തിയ വിധങ്ങൾ നീ ഓർക്കണം. അതാണ് ഓർക്കേണ്ടത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ മരുഭൂമിയിൽ ആരുമില്ലായിരുന്നു. അവിടെ ദൈവം ഈ ജനത്തോട് കൂടെ ഇരുന്നു, അവരെ നടത്തി. വസ്ത്രം പഴകിയില്ല, ജീർണിച്ചില്ല. കാലിലെ ചെരുപ്പും തേഞ്ഞുപോയില്ല. ആഹാരത്തിന് ദൈവം മുട്ടുവരുത്തിയില്ല. കാരണം അവർ കൊണ്ടുവരാത്ത ആഹാരം, അവർ കഴിക്കാത്ത ആഹാരം ഫ്രഷായി ദൈവം അവർക്ക് വേണ്ടി ഡെയിലി കൊടുത്തുകൊണ്ടേയിരുന്നു. നോക്കൂ, നീ 40 സംവത്സരം ധരിച്ച വസ്ത്രം ജീർണിച്ചില്ല, കാലിലെ ചെരുപ്പിന് നിരുവിക്കമുണ്ടായില്ല. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുമെന്ന് നീ മനസ്സിൽ ധ്യാനിക്കണം. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ എല്ലാം നീ പ്രമാണിക്കണം. ഈ ദൈവത്തെ മറക്കരുത്. ഇനി എൻ്റെ 17 വാക്യം ശ്രദ്ധിക്കൂ. എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കി എന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ശക്തി കൊണ്ടുമാണ് ഞാൻ ഇങ്ങനൊക്കെ നിൽക്കുന്നത് എന്ന് ആരും പറയരുത് സഹോദരങ്ങളെ. അതാ ദൈവം പറഞ്ഞു, ഓർക്കണം. കഴിഞ്ഞ നാളുകളിൽ നീ നടന്നു വന്നതല്ല, ദൈവം നിന്നെ നടത്തിക്കൊണ്ടുവന്നതാണ്. നീ നിന്നതല്ല, വീഴേണ്ട ഒത്തിരി സമയങ്ങൾ ദൈവം നിന്നെ കരങ്ങളിൽ താങ്ങിയതാണ്. ഒരു കാരണവശാലും പറയരുത്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ നോളജ് കൊണ്ട് ഞാനിതൊക്കെ വെട്ടിപ്പിടിച്ചു. മറുവശം ഞാൻ പറയാം, കഴിവുണ്ടായിരിക്കാം, ബുദ്ധി ഉണ്ടായിരിക്കാം, പക്ഷേ എഴുന്നേറ്റ് നടക്കാൻ കഴിയത്തില്ലെങ്കിൽ, ആരോഗ്യം നഷ്ടപ്പെട്ടെങ്കിൽ, ഹോസ്പിറ്റലൈസ്ഡ് ആയെങ്കിൽ എങ്ങനെ പോയി ജോലി ചെയ്യും? ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആസ്വദിക്കാൻ പറ്റുമോ ജീവിതം? ഒരു കാറിൽ നടന്ന് കയറണമെങ്കിലും, തനിയെ നടന്ന് കയറണമെങ്കിൽ ദൈവം വിചാരിക്കണം. അതുകൊണ്ട് ഇത് നേടിയതും ഇതൊക്കെ കാണുമ്പോഴും മറന്നു പോകരുത് ദൈവത്തെ. എൻ്റെ കുടുംബത്തെ നടത്തിയ ദൈവം, എൻ്റെ തലമുറകളെ നടത്തിയ ദൈവം, എന്നെ ഈ ദേശത്ത് കൊണ്ടുവന്ന ദൈവം. യാക്കോബ് ദാ പറഞ്ഞത്, ഇതിനൊക്കെ ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ പോയി വലിയൊരു കൂട്ടമായി വന്നു. എത്രയോ വിടുതി ഇത് നൽകിയത് ദൈവമാണ്. പ്രിയ സഹോദരങ്ങളെ, ദാതാവിന് മഹത്വം കൊടുക്കണം. ദാനത്തെ കണ്ട് ദൈവാത്മാ പറയുന്നു, ദാനത്തെ കണ്ട നിൻ്റെ ഹൃദയം നിഗളിക്കരുത്. അനുഭവിക്കാൻ കൃപ നൽകുന്ന ദൈവത്തിന് നന്ദി പറയണം. മരുഭൂമിയുടെ അവസ്ഥ വന്നപ്പോഴും ഇട്ടേച്ചു പോകാത്ത ദൈവം. ഇനി എത്ര മണിയുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആരോഗ്യം പിടിച്ചു നിർത്തണമെങ്കിലും തമ്പുരാൻ വിചാരിക്കണം. ഡോക്ടേഴ്സ് പറയുന്നില്ലേ, ചില കേസുകളിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. മരുന്നുകൾ പ്രതികരിക്കണമെങ്കിലും ഉയരത്തിലുള്ളവൻ ചിന്തിക്കണം.
പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, എൻ്റെ കൈയാണ് ഈ സമ്പത്തുണ്ടാക്കിയതെന്ന് ഹൃദയത്തിൽ പോലും പറയരുത്. ദൈവം എനിക്ക് നൽകി, ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു, ദൈവം എനിക്ക് ആരോഗ്യം നൽകുന്നു, ദൈവകൃപയാൽ കൃപയാൽ കൃപയാൽ ഞാൻ ആയിരിക്കുന്നു എന്നല്ലാതെ നമ്മൾ ഒരു കാരണവശാലും മറ്റൊന്നിലും പുകഴരുത്. കൃപയാൽ, പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, കൃപയാലാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് പോലെ, ബുദ്ധിയില്ലാത്ത മനുഷ്യനല്ല, കഴിവില്ലാത്ത മനുഷ്യനല്ല, സ്വാധീനമില്ലാത്തവനല്ലായിരുന്നു, എല്ലാ മേഖലകളിലും അഗ്രഗണ്യനായിരുന്നു, ധനമില്ലാത്തവനല്ലായിരുന്നു, പാരമ്പര്യമായി ധനമുണ്ടായിരുന്ന മനുഷ്യൻ പറയുന്നു, ഞാനായിരിക്കുന്നത് കൃപയാല. കാരണം ദൈവം കാരണം അതിന് പറയാനുള്ള കാര്യം, ദമസ്കോസിൽ സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം ചുറ്റിമിന്നിയപ്പോൾ, കരണ്ടടിച്ച് താഴെ വീഴുന്നത് പോലെ വീണപ്പോൾ മനസ്സിലായി, എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ ആരോഗ്യം കൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ ഇനി നടക്കാൻ പറ്റില്ല. കർത്താവ് വിചാരിക്കണം. പ്രിയരെ, ഇന്ന് പകൽ ദൈവം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുകയുള്ളൂ. ദൈവം സൂക്ഷിച്ചെങ്കിലേ. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, യഹോവ പട്ടണം കാക്കണം. സ്തോത്രം. യഹോവ വീട് കാക്കണം, യഹോവ വീട് പണിയണം. അതിൻ്റെ അർത്ഥം എന്താ? എത്ര ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടെങ്കിലും, ശക്തമായ കാവൽ നിരയുണ്ടെങ്കിലും, ഒരു കൊടുങ്കാറ്റോ വെള്ളപ്പൊക്കമോ ഉണ്ടായാൽ സെക്യൂരിറ്റികൾക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ദൈവം സൂക്ഷിച്ചെങ്കിലേ സൂക്ഷിപ്പുള്ളൂ. സ്തോത്രം. ഒരു ഭൂകമ്പം ഉണ്ടായാൽ രാജ്യത്തെ അധികാരങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, യഹോവ പട്ടണം കാക്കണം, യഹോവ വീട് പണിയണം. ഇന്ന് പകൽ പറ, ദൈവമേ, അങ്ങാണ് ഞങ്ങളെ കൊണ്ടുവന്നത്, അങ്ങയ്ക്ക് മഹത്വം, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ദൈവം നന്മ തരുമ്പോൾ ആരാധനകൾ മുടക്കരുത്. ദൈവം നന്മ നൽകുമ്പോൾ പ്രാർത്ഥനകൾ കുറയ്ക്കരുത്. ദൈവം നന്മ നൽകുമ്പോൾ വചനധ്യാനത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കരുത്. നന്മയുടെ പുറകിന് പോയി ബിസി എന്ന് പറയരുത്. നിന്നെ നടത്തിയ ദൈവത്തിന് എപ്പോഴും നന്ദി പറയാൻ, അവിടുത്തെ പാദപീഠത്തിങ്കൽ മുട്ടുമടക്കാൻ, ആത്മാവിൽ ആരാധിക്കാൻ ദൈവജനം തയ്യാറാകണം. തന്നവനിതെടുക്കാനും പറ്റുമെന്നൂടെ മനസ്സിലാക്കി, ദൈവമേ, അങ്ങ് നടത്തുന്ന വിധങ്ങളോർത്ത് ഇന്ന് പകൽ നന്ദി പറയുന്നു. ആയുസ്സിന് സ്തോത്രമെന്ന്, ആരോഗ്യത്തിന് സ്തോത്രം, കുടുംബജീവിതത്തിന് സ്തോത്രം, തലമുറകൾക്ക് സ്തോത്രം, കൊണ്ടുവന്ന വിധങ്ങൾക്ക് സ്തോത്രം, നടത്തിയ വഴികൾക്ക് സ്തോത്രമെന്ന് ഈ പകൽ വിളിച്ചു പറ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ദൈവമേ, അങ്ങാണ് ഞങ്ങൾ നടത്തിയത്, അങ്ങാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. ഞങ്ങളുടെ ബുദ്ധി കൊണ്ടോ ഞങ്ങളുടെ ആരോഗ്യം കൊണ്ടോ ഞങ്ങളുടെ കർത്താവേ ശക്തിയുടെ പ്രഭാവലയം കൊണ്ടോ അല്ല ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങയുടെ കരം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നു, അങ്ങ് ഞങ്ങളെ കരത്തിൽ പിടിച്ചിരിക്കുന്നു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അല്ലാതെ പറയാനൊന്നുമില്ല. അവിടുത്തെ മക്കളെ ബ്ലസ് ചെയ്യുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, അന്ധകാര വെല്ലുവിളികൾ തകർന്നു മാറട്ടെ. ഒരു സ്പിരിച്വൽ അതോറിറ്റി അവിടുത്തെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തണമേ. മറ്റൊന്നിലും ആശ്രയിക്കാതെ, ഞങ്ങൾ നിഗളിച്ചു പോകാതെ ദൈവത്തിൽ ചാരുവാൻ, അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ ഞങ്ങളെല്ലാം ഇടയാക്കും. സകല മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ധൈര്യത്തോടെ പറ, കർത്താവാണ് ഇത് ഞങ്ങൾക്ക് നൽകിയത്, ദൈവമാണ് ഞങ്ങളെ നിർത്തിയത്, ദൈവമാണ് തലമുറകളെ നടത്തുന്നത്, ദൈവത്തിൻ്റെ കൃപയാലാണ് ഞങ്ങളായിരിക്കുന്നത്. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്പിക്കുന്നു.